ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഫോണ്ടാൻറ് എന്താണെന്ന് പരിചയപ്പെടുത്തി തരാം. ഫോണ്ടാൻറ് എന്ന് പറയുന്നത് കേക്കൊക്കെ ഡെക്കറേറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു സ്മൂത്ത് ഷുഗർ ഡോ ആണ്. ഇത് കണ്ടോ, ഇത് ഈ കേക്കിൻ്റെ മുകളിൽ ചെയ്തിരിക്കുന്ന ടോപ്പേഴ്സും ആ കേക്ക് കവർ ചെയ്തിരിക്കുന്നതും ഫോണ്ടാൻറ് വെച്ചാണ്. അപ്പോൾ ഇതാണ് ഫോണ്ടാൻറ്. ഇനി അതിനെ ഉരുട്ടി പരത്തിയെടുക്കാൻ നമുക്ക് ഇതുപോലൊരു സിലിക്കോൺ ബേക്കിംഗ് ഷീറ്റ് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ഒരു പാർച്ച്മെൻറ്റ് പേപ്പർ യൂസ് ചെയ്യാം. ഇതുപോലത്തെ. ഇനി നമുക്ക് പൗഡർ ഷുഗർ കൂടി വേണം ഇതിൻ്റെ കൂടെ. ആ പൗഡർ ഷുഗർ തൂവിയിട്ടിട്ട് വേണം നമുക്കിത് പരത്തി എടുക്കാനായിട്ട്. ഇതാണ് ഫോണ്ടാൻറ്. അത് ഞാൻ കട്ട് ചെയ്ത് എടുക്കാം. ഇത് കട്ട് ചെയ്തെടുത്ത് കഴിയുമ്പോൾ ഇങ്ങനെ ബാർ സോപ്പ് പോലെ ഇരിക്കും. എന്നിട്ട് നമ്മളിതിനെ വേറൊരു കത്തി ഉപയോഗിച്ച് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് ഫോണ്ടാൻറ് എടുത്ത് നമ്മളിങ്ങനെ പീച്ച് നോക്കുക. കണ്ടോ, നല്ല സോഫ്റ്റായിട്ടിരിക്കും. ഈ കുട്ടികളൊക്കെ കളിക്കുന്ന പ്ലേ ഡോ പോലത്തെ. അത് നമ്മൾ കയ്യിൽ പിടിച്ചിങ്ങനെ നമ്മുടെ കൈയുടെ ചൂട് കൊണ്ട് അതിങ്ങനെ നല്ലപോലെ പരത്തി ഉരുട്ടി എടുക്കുക. നല്ല സോഫ്റ്റായിട്ട് വരും. എന്നിട്ട് നമ്മൾ പൗഡർ ഷുഗർ ഇട്ട് പരത്തിയിട്ട് അതിൻ്റെ മുകളിൽ വെച്ച് ചപ്പാത്തിയൊക്കെ പരത്തിയെടുക്കുന്ന പോലെ നമ്മളിങ്ങനെ ഉരുട്ടി പരത്തി എടുക്കണം. പൗഡർ ഷുഗർ മുകളിലൊക്കെ എപ്പോഴും വിതറി വേണം ഇടാൻ, ഇല്ലെങ്കിൽ അത് നല്ലപോലെ ഒട്ടിപ്പിടിക്കും. എന്നിട്ട് അതിങ്ങനെ ഒരു റോൾ ചെയ്ത് പരത്തിയെടുക്കുക. എന്നിട്ട് നമ്മളിത് ഈ കുക്കി കട്ടർ ഉപയോഗിച്ച് ഇങ്ങനെ അതിൽ ഡിസൈൻസ് കട്ട് ചെയ്തെടുക്കാം. എന്നിട്ട് നമുക്ക് ഈ ഡിസൈൻസ് നമുക്ക് കേക്കിൽ അപ്ലൈ ചെയ്യാൻ പറ്റും. കണ്ടോ, ഇതൊരു സ്റ്റീലിൻ്റെ കുക്കി കട്ടർ വെച്ച് നമ്മളിങ്ങനെ കട്ട് ചെയ്തെടുത്താണ് സ്റ്റാർസൊക്കെ. അപ്പോൾ നമുക്ക് വേറൊരു തരത്തിലുള്ള കുക്കി കട്ടറുണ്ട്. ഇതൊരു സ്നോഫ്ലേക്കിൻ്റെ കുക്കി കട്ടറാണ്, പ്ലാസ്റ്റിക്കാണത്. കണ്ടോ, ഇത് ഭയങ്കര ഈസിയാണ് ഉപയോഗിക്കാൻ. കണ്ടോ, അത് നമുക്ക് ഇങ്ങനെ ഒറ്റ ക്ലിക്ക് അടിക്കുമ്പോൾ തന്നെ അത് നമ്മുടെ കയ്യിൽ വരും. മറ്റേ കുക്കി കട്ടറാകുമ്പോൾ നമുക്ക് അങ്ങനെ കയ്യിൽ വരത്തില്ല, നമ്മൾ തന്നെ തള്ളിയെടുക്കേണ്ട വരും. കണ്ടോ, ഇങ്ങനെ ഒരു ക്ലിക്ക് അടിക്കുമ്പോൾ കയ്യിൽ വരും. ഇതിൻ്റെ കുഞ്ഞിതാണത്. കണ്ടോ, നല്ല ക്യൂട്ടായിട്ടില്ലേ, കുഞ്ഞിയൊരു സ്നോഫ്ലേക്ക്. ഈ നമ്മൾ കട്ട് ചെയ്ത് എടുത്ത ശേഷം ബാക്കിയുള്ളത് ഇതുപോലെ വീണ്ടും ഉരുട്ടി കുഴച്ച് പരത്തിയെടുക്കാം. നമുക്ക് ഇതുപോലെ ഉരുട്ടി എടുത്ത് വീണ്ടും ചപ്പാത്തി പരത്തണ പോലെ പരത്തി എടുത്ത് പൗഡർ ഷുഗർ ഇട്ട് പരത്തി എടുത്തിട്ട് വീണ്ടും നമുക്കിതിൽ കണ്ടോ വേറൊരു ഡിസൈനിലുള്ള സ്നോഫ്ലേക്ക്. കണ്ടോ, നല്ല ഭംഗിയില്ലേ കാണാൻ. അതിതുപോലെ ഇങ്ങനെ കുഞ്ഞൊരെണ്ണം നമുക്കെടുക്കാം. കണ്ടോ, നല്ല ഭംഗിയുണ്ടല്ലേ, നല്ല ഡയമണ്ടിൻ്റെ കമ്മൽ പോലെയുണ്ട്. അത് കഴിഞ്ഞ് ഇത് ഇപ്പം നമ്മുടെ കയ്യിൽ ഈ സാധനം കുറച്ചൊക്കെ ഒട്ടിയൊക്കെ പിടിക്കുവേ. അത് വീണ്ടും നമ്മളിങ്ങനെ ഉരുട്ടി പരത്തി എടുത്തിട്ട് നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞ് ബാക്കിയുള്ളത് നമുക്കൊരു പ്ലാസ്റ്റിക്കിൻ്റെ കവറിൽ ഇതുപോലെ എയർ കയറാതെ കവർ ചെയ്ത് വെക്കണം. ബാക്കിയുള്ളതെല്ലാം കൂടി ഒരു എയർ ടൈറ്റ് കണ്ടെയ്നറിനകത്തോട്ട് നമുക്ക് കവർ ചെയ്ത് വെക്കാം. ഇല്ലെങ്കിൽ അത് എയർ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ഉണങ്ങിപ്പോവും. ഇപ്പം കണ്ടോ, ഈ പുറത്തിരുന്ന ഫോണ്ടാൻ്റെല്ലാം നല്ലപോലെ കുക്കീസ് പോലെ ആയിട്ടുണ്ട്. നല്ല ഉണങ്ങി ഡ്രൈ ആയിട്ട് വന്നു. കണ്ടോ, ഇങ്ങനെ എയറിൽ വെച്ച് അത് നമുക്ക് ഡ്രൈ ചെയ്തെടുക്കാം. ഇനി അത് കഴിയുമ്പോൾ നമുക്ക് ഇത് നമ്മളുടെ കേക്കിൽ ഇങ്ങനെ ഡിസൈനായിട്ട് വെക്കാൻ പറ്റും. കണ്ടോ, നല്ല ഭംഗിയില്ലേ. നമ്മളിങ്ങനെ കുഞ്ഞി സ്നോഫ്ലേക്സ് എടുത്തിട്ട് നല്ല ബ്ലൂ കളറിൽ കേക്കിൽ ഇങ്ങനെ അപ്ലൈ ചെയ്യണത്. അപ്പം നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുക. പിന്നെ നിങ്ങളുടെ കമൻസ് കൂടി ഇട്ടേക്കുക.